ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇൻ്റഗ്രേഷൻ ചെയ്യാം. സോൾവ് ഇൻ്റഗ്രൽ 1 - x ഇൻറ്റു റൂട്ട് എക്സ് ഡി എക്സ്. നമുക്ക് റൂട്ട് എക്സ് എന്നുള്ളതിനെ x⁻² എന്നാക്കി എഴുതാം. അപ്പോഴാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാവുള്ളൂ. അപ്പോൾ x⁻² എന്നാക്കി എഴുതി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1 - x ഇൻറ്റു x⁻² എന്ന് പറയുമ്പോൾ x⁻²നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. 1 ഇൻറ്റു x⁻² x⁻² മൈനസ് x ഇൻറ്റു x⁻² എന്നുള്ളത് x⁻³ എന്നാവും. അതായത് a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് a⁻m+n എന്നായിട്ട് എഴുതാം. അതേ റൂളാണ് ഇവിടെ ഉപയോഗിച്ചത്. x⁻1 ഇൻറ്റു x⁻² എന്നുള്ളതിന് x⁻1+1/2 എന്നായിട്ട് എഴുതാം. അതായത് x⁻1+1/2 പറഞ്ഞാൽ 1 ഇൻറ്റു 2 2 2 + 1 3 3/2 എന്ന് കിട്ടും. x⁻³ എന്ന് കിട്ടും ഇതിന്. നമുക്ക് ടേം ബൈ ടേം ആയിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം x⁻1/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, പിന്നെ x⁻3/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടിനെയും വേറെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ മൈനസ് ചെയ്ത് ഒരുമിച്ചാക്കി എഴുതിയാൽ മതി. x⁻1/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/1/2 + 1 ഇൻറ്റു x⁻1/2 + 1 എന്ന് എഴുതാം. ഇൻ്റഗ്രൽ x⁻n എന്ന് പറഞ്ഞാൽ 1/n+1 x⁻n+1 എന്നല്ലേ. ഈസ് ഈക്വൽ ടു 1/3/2 x⁻3/2 എന്നായി. 1/3/2 പറയുമ്പോൾ 3/2ൻ്റെ റെസിപ്രോക്കൽ എടുത്ത് 3/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 2/3 അതെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈസ് ഈക്വൽ ടു 2/3 x⁻3/2. നെക്സ്റ്റ് ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ x⁻3/2 dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/3/2 + 1 x⁻3/2 + 1 അത് 1/3/2 + 1 എന്ന് പറഞ്ഞാൽ 1/5/2 എന്ന് എഴുതാം. ഇൻറ്റു x⁻5/2 ഇസ് ഈക്വൽ ടു 5/2ൻ്റെ റെസിപ്രോക്കൽ 2/5 x⁻5/2 എന്ന് എഴുതാം. അതായത് ഇൻ്റഗ്രൽ 1 - x ഇൻറ്റു റൂട്ട് എക്സ് ഡി എക്സ് എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രേഷൻ 2/3 x⁻3/2 മൈനസ് ആണ്, അവിടെ പ്ലസ് ആയിപ്പോയി, മൈനസ് 2/5 ഇൻറ്റു x⁻5/2 പ്ലസ് c